കുഞ്ഞുമണി മേശാന്തി തരണത് എന്താ? കുഞ്ഞുമണിക്ക് മേശാന്തി എന്താ തരാറ് തൊടാൻ? എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞണി നമസ്കാരം പറയാം. നമസ്കാരം. വെൽക്കം ടു അവർ ചാനൽ. എല്ലാരും കൂടെ ഒരു യാത്രയാണ് എറണാകുളത്തേക്ക്. എന്തിനാന്ന് വെച്ചാ എന്തിനാ കുഞ്ഞുമണി പോണ നമ്മള്? പറയൂ. എന്തിനാ പോണ? അമ്പലത്തിക്ക്. കുഞ്ഞുമണി അമ്പലത്തിക്കാന്ന് പറഞ്ഞ അമ്പലത്തിലും പോണ്ട്. നമ്മള് കുഞ്ഞുമണിയുടെ ഒരു ഫോട്ടോഷൂട്ടാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ നമ്മളൊരു ആഡ് കണ്ടിട്ട് ഈ ആമസോൺ മിന്ത്രയൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് കുട്ടികളെ മോഡൽസിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതവര് സെലക്ട് ചെയ്തു കുഞ്ഞുമണീനെ. അപ്പൊ ഇന്നാണ് ഫോട്ടോ എടുക്കുമ്പോ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാ എന്താ പറയാ? ഫോട്ടോ എടുത്ത് കഴിഞ്ഞാ എന്താ പറയാ കുഞ്ഞുമണി? പറയൂ. കാങ്കു. അപ്പൊ ഇന്നാണ് അതിന്റെ ആ ഷൂട്ടിനുള്ള സമയം തന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ പോവാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് തൃപ്പൂണിത്തറ പോവും. പിന്നെ അതിരപ്പള്ളിയും കൂടെ പ്ലാൻ ഉണ്ട്. നോക്കട്ടെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ കാണാം. അപ്പോട്ടം ഗംഭീര ഡ്രൈവിംഗിലാണ്. റോഡ് പണി ഒക്കെ. അച്ഛാ മക്കുട്ടി നല്ല ഉറക്കാട്ടാ. കുഞ്ഞുമണി മക്കുട്ടി എന്നാ വിളിക്കണം. മണിക്കുട്ടി എന്നുള്ളതാണ്. അമർത്തരുതേ അമ്മ. നമ്മള് രാസ്മീലിയിലെത്തി കേട്ടോ. കുറച്ച് കഴിഞ്ഞ കുഞ്ഞുമണീനെ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് അവർ പറഞ്ഞേക്കുന്നത് ആമസോൺ, മിന്ത്ര, ഫ്ലിപ്കാർട്ട് ഇതിലൊക്കെയാണ് വരികയെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പലരും നമ്മളോട് പറഞ്ഞു ഇതിപ്പോൾ അങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇവർ പക്ഷേ അങ്ങനെയാണ്. മീൻസ് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോഴേ എന്തിനാണ് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്, ആദ്യമായിട്ടൊരു ഇത് ചെയ്യണതല്ലേ, അപ്പോൾ സാരില്ല വിചാരിച്ചിട്ട് നമ്മളത് ചെയ്യണം. കുഞ്ഞുമണിക്കാണ് 2500 ചാർജ് ചെയ്യണത് ഇവർ. എന്നിട്ട് ആ ഫോട്ടോഷൂട്ട് ഉണ്ടാവും. നമ്മളതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോമൊക്കെ നമ്മൾ എഴുതി സൈൻ ചെയ്ത് കൊടുത്തു. ഫോട്ടോസൊക്കെ നമുക്ക് തരും. കുറച്ച് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫോട്ടോസെല്ലാം എഡിറ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് തരും. ആദ്യം അത് പോസ്റ്റ് ചെയ്തിട്ട് അവർക്ക് പറ്റുന്നുണ്ടാവുള്ളൂ. കാരണം ആ പ്ലാറ്റ്ഫോമിൽ അത് വരണമല്ലോ ആ കോസ്റ്റ്യൂമിൽ. അതിന് ശേഷം നമുക്ക് ഫോട്ടോസ് തരുന്ന അവർ പറഞ്ഞത്. പിന്നെ അവരൊരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് കാര്യങ്ങൾ. കുഞ്ഞുമണി വരെ ഭയങ്കര വികൃതിയായിട്ട് കേട്ടോ. ഗുഡ് ഗേൾ ആയിട്ടിരിക്കും. ഗുഡ് ഗേൾ. ഗുഡ് ഗേൾ. കുഞ്ഞുമണി ഫോട്ടോ എടുക്കുമ്പോ എങ്ങനെ ചിരിക്കുക? അതാപ്പോ കുഞ്ഞുമണിയുടെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് ആണ്. കുഞ്ഞുമണി ചെറുക്ക് എന്താ പറഞ്ഞ? താങ്ക് യു അല്ലേ പറഞ്ഞ? എന്താ പറഞ്ഞ ഫോട്ടോ എടുത്തപ്പോ? പറഞ്ഞോ താങ്ക് യു. കുഞ്ഞുമണി വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരുന്നു. ബലൂൺ കണ്ടപ്പോ അതിന്റെ പിന്നാലെയായി കുറച്ച് നേരം. എന്നാലും കുഴപ്പമില്ല. ബലൂൺ കയ്യിൽ നിന്ന് വിടുന്നില്ല. അവര് വേഗം എടുത്ത് കഴിഞ്ഞു കൂട്ടാണ്. മേക്കപ്പും കാര്യങ്ങളൊക്കെ ഡ്രസ്സൊക്കെ അവരെന്നെ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മള് എന്താ ചെയ്യാ, അവിടെ നിൽക്കുക, എടുക്കുക, അതൊക്കെ തന്നെ കഴിഞ്ഞു. വേഗം കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. സൈഡ് പോസ്റ്റ്, ഫ്രണ്ട്, ബാക്ക്. നല്ലൊരു എക്സ്പീരിയൻസ് ആയി. അപ്പൊ ഇതാ നമ്മളിതാ ബുക്ക് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ടോ. എയർബിഎൻബിയിലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. കുഞ്ഞുമണി എങ്ങനെയുണ്ട്? ബോല് കളിക്കാണോ? ഇതാ ഇങ്ങനെ ഇവിടെ ഒരു വീടാണ്. മുകളിലാണ് എൻ്റെ ഓണേഴ്സ് താമസിക്കുന്നത്. താഴത്ത് എയർബിഎൻബിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. 2900 ആണ് റേറ്റ്. സ്ഥലമുണ്ട്. അതെ, അത് നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം.
അവരുടെ ആദ്യത്തെ കസ്റ്റമറാണ് നമ്മള് നാട്ടില് ആദ്യമായിട്ട് തന്നെ Airbnb അപ്പൊ അടിപൊളിയുണ്ട്, നമുക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. 3 ബെഡ്റൂം ഉണ്ട്. ഇതാണ് ഒരെണ്ണം. പിന്നെന്താ അച്ഛനും അമ്മയും ഇവിടെ വീട് തന്നെ. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് മാത്രം AC ഇല്ലാത്തതാണ്, ബാക്കി രണ്ടും AC ഉള്ളതാണ്. ഇവിടെ അടുക്കള ഉണ്ട്, വർക്ക് ഏരിയ ഉണ്ട്. അങ്ങനെ അടിപൊളിയായി. അപ്പൊ ഇനി കുറച്ചു നേരം നമ്മൾ റെസ്റ്റ് എടുക്കും. പിന്നെ നമ്മൾ എവിടെ പോകുമ്പോ കൊച്ചിയൊക്കെ പോണമെന്നുണ്ട്. എന്തൊക്കെയാ അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ അമ്പലം പൂർണ്ണത്ര ഈസൻ അല്ലേ കുഞ്ഞാണിക്ക് ഇഷ്ടായോ ഫോട്ടോഷൂട്ടൊക്കെ? എങ്ങനെയാ പോസ് ചെയ്താ പറയും, കാണിച്ചു കൊടുക്കും. കാണിച്ചു തരും. എങ്ങനെയാ മക്കുട്ടി പാവം മക്കുട്ടി പാവം ഉറങ്ങന്നെ ഉറങ്ങുക. പാവം ഉറങ്ങന്നെ ഉറങ്ങുക അല്ലേ. പിന്നെ റെസ്റ്റ് എടുക്കാം. കുഞ്ഞുമണിക്ക് ഇഷ്ടായി. കുഞ്ഞുമണി ഇത് വേണം. മീമി അല്ലേ മീമി. അപ്പൊ ഇതോ എത്ര മീമി ഉണ്ട് കുഞ്ഞുമണി? 1. അത് ഇവിടെ അല്ലേ, ബാക്കി ഇവിടെ. 1 2 അതിന്റെ ഉള്ളിലേക്കോ നീന്തണോ കുഞ്ഞുമണിക്ക്? അപ്പൊ മുത്തശ്ശി വരട്ടെ, ബാക്കില് മുത്തശ്ശി ഇത് നീന്താട്ടോ. അതെ അതെ അതെ. എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല. നമ്മളൊരു ഹോട്ടൽ റൂം എടുക്കണേക്കാളും സൂപ്പർ അല്ലേ? കാരണം ഒരു വീടാ തോന്നുന്നു. അതെ അതെ വീട് തന്നെ. പിന്നെ അത് കുറെ സ്ഥലമുണ്ട്, 2-3 മുറി ഉണ്ട്. മറ്റേതാകുമ്പോ നമ്മൾ ഓരോ മുറിക്കായിട്ടാണ് പൈസ കൊടുക്കുന്നത്. നമ്മൾ ടോട്ടലായിട്ടാണ് ഇതിന്റെ ഒരു എമൗണ്ട്. വണ്ടി നിർത്താം. പിന്നെ എന്തിനും അവരുണ്ട്, ഒരു മോളിലുണ്ടായിരുന്നു. അതൊരു നല്ലൊരു ഇതായില്ലേ കുഞ്ഞുമണി. കുഞ്ഞുമണി ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോ എന്താ അവരോട് പറഞ്ഞേ? എന്താ പറഞ്ഞേ? താങ്ക് യു. എന്തിനാ അതൊക്കെ? നടക്കേ. മണിക്കുട്ടിയാണെങ്കിൽ സൂപ്പർ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ കിടന്നായിട്ട് ഉറങ്ങുന്നു. അത് കഴിഞ്ഞ് കിടക്കുന്നു. പാവം. ഹലോ ഹലോ ഹലോ. അത് ഹലോമി അല്ല, അത് ഹലോമി. ആരാ മീ? കുഞ്ഞുമണി ഇപ്പൊ കുഞ്ഞുമണീനെ തന്നെ മീ എന്നാ വിളിച്ചോണ്ടിരിക്കണേ. അതെ, അതുകൊണ്ട് ഹലോമി. ഹലോമി ആണ്. ഹലോ. എല്ലാരും വിചാരിച്ചു ചെറുതാകുമ്പോ തന്നെ ഇംഗ്ലീഷ് ഒക്കെ പറയുന്ന കുട്ടിയാണ്. ഇവിടെ ഒന്നുമില്ല കേട്ടോ. കുഞ്ഞുമണിയുടെ മീ ആണത്. ഇപ്പൊ ഇടയ്ക്ക് കുമ്മിണി എന്നും പറയും. കുഞ്ഞുമണീന്റെ കുമ്മിണി. ഓടി ഓടി വർക്കേരിയയിലെത്തി. ചൂലും ഉറപ്പെടുക്കാൻ പോയതാ. എവിടെ ചെന്നാലും എന്റെ കുട്ടിക്ക് അടിച്ചു വാരി. അതാ അതിനെ പോലെ ഓടി ഓടി വർക്കേരിയയിലെത്തി. ചൂലും ഉറപ്പെടുക്കാൻ പോയതാ. എവിടെ ചെന്നാലും എന്റെ കുട്ടിക്ക് അടിച്ചു വാരി. അതാ അതിനെ പോലെ. അത് അമ്മുനെ പോലെ തന്നെ കേട്ടോ. അതെ, വൃത്തിയുടെ കാര്യത്തിൽ കുഞ്ഞുമണി വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത്ര മതിയേ. പിന്നെ നാളെ അസിസ്റ്റന്റ് ആയിട്ട് കൂടുമോ കൂടെ? പിന്നെ അമ്മേ അമ്മേ അടുത്തൊക്കെ അടുത്തൊക്കെ. അപ്പൊ നമ്മളങ്ങനെ പൂർണ്ണത്രയീശനെ തൊഴുത് ഇറങ്ങിപ്പോ കേട്ടോ. അടിപൊളിയായിട്ട് തൊഴുത്, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മും കുഞ്ഞുമണിയല്ല മണിക്കുട്ടി ചെറുതായ കാരണം അമ്പലത്തിൽ കയറ്റാറായിട്ടില്ല. അപ്പോൾ കയറിയില്ല. അതാ ബാക്കി. കുഞ്ഞുമണി നമസ്തേ. ഒന്നുമില്ല, പ്രകൃതിയായിട്ട് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോട്ടെ. ഞങ്ങളല്ല, ഞാൻ കുറേ കാലമായിട്ട് ഇൻസ്റ്റയിൽ കണ്ടിട്ട് വരണം എന്ന് വിചാരിച്ച ഷോപ്പാട്ടോ മാലതി.
അപ്പൊ നമ്മളിവിടെ എത്തി. കുറച്ച് മെറ്റീരിയൽ ഒക്കെ എടുത്തിട്ടുണ്ട്. ബ്ലൗസ് പീസും അപ്പോഴൊരു കുർത്ത അടിക്കാനുള്ള പീസൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഇഷ്ടമായി, നല്ല കളക്ഷൻ. ഞങ്ങളിപ്പോ ഫോറം മോളിലാട്ടോ, വെറുതെ കറങ്ങാൻ വന്നതാണ്. മക്കുട്ടി വാശിയൊന്നും ഇല്ലാണ്ടിരിക്കും. അതെ, നമ്മളിപ്പോ ഡിന്നർ കഴിക്കാ ഫോറം മോളില് ഊട്ടുപുരന്ന് കേട്ടോ. എങ്ങനെയുണ്ട് നോക്കാം. ആദ്യം പാനിപൂരി വന്നു, ഒന്ന് സെറ്റ് ആക്കട്ടെ. അച്ഛന് റവ റോസ്റ്റ് വന്നു, റവ റോസ്റ്റ്. കുഞ്ഞുമണി പാനിപൂരിയുടെ പൂരി മാത്രം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടായി അല്ലേ? ഇഷ്ടായിയോ? ഞാൻ മുത്തശ്ശൻ തരുന്നു, മേടിക്കൂ. പാവ് ഭാജി വന്നു, അടിപൊളി, നല്ല ടേസ്റ്റ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. പെരി പെരി ഇഡ്ഡലി. അതെയാ? എന്തൊരു ഇഡ്ഡലിയാ? ഒരു സോസിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് വേണം അല്ല? കഴിച്ചോക്കൊന്ന്. ഈ ഒരെണ്ണൊക്കെയോ? ഇതായിട്ടുണ്ടോ? റെഡാർത്തോ? എങ്ങനെയുണ്ട്? കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമന കിന്നാരം. ഈ കൈവളകൾ കൊഞ്ചുമ്പോൾ 1000 പൂക്കാലം. ഈ പുഞ്ചിരി തൻ പാൽക്കടലിൽ ഞാനാലിലപ്പൂന്തോണി. ഒന്നു വന്നു കൂട്ടിയിരുന്നു, ഒന്നും മിണ്ടി മിണ്ടിയില്ല. മോളിലിരുന്നിട്ട് കുഞ്ഞുമണിയുടെ ഡാൻസ് ആസ്വദിക്കുക. കുഞ്ഞുമണി, ആ നീ അടുത്ത പാട്ട് ഏതാ? അടുത്ത പാട്ട് ഏതാ? ആ, കണ്ടില്ല കണ്ടില്ല, കേട്ടു, ആ കേട്ടില്ല. ഇവിടെ ഇരിക്കോ? അപ്പവും ചുട്ട് പറയാ, അപ്പവും ചുട്ട്. ആ, അപ്പവും ചുട്ട്. ഉണ്ണി വാവാവോ, ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ. നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ, പൂഞ്ചേലാടാലോ. ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ. ആ മുത്തശ്ശന്റെ പേരെന്താ? മുത്തശ്ശന്റെ പേരെന്താ? മുത്തശ്ശിയുടെ പേരെന്താ? കുഞ്ഞുമണിയുടെ പേരെന്താ? മണിക്കുട്ടിയുടെ പേരെന്താ? അച്ഛന്റെ പേരെന്താ? അമ്മയുടെ പേരെന്താ? ഗുഡ് ഗേൾ ആണല്ലോ. മനസ്സ്. കുഞ്ഞുമണിയുടെ പേരെന്താ? കുഞ്ഞുമണിയുടെ പേരെന്താ? എന്താ ആലോചിക്കും. അത് മാത്രം സംശയം, ബാക്കിയൊന്നും സംശയമില്ല. കുഞ്ഞുമണിയുടെ പേര് കുമ്മിണിയാണോ? കുമ്മിണി. കുഞ്ഞുമണി ഇതാ തിരിയണത് എന്താ? തിരിയണത് എന്താ? എന്താ? താനോ? എന്താ നമ്മള് നെറ്റിയിൽ തുറന്ന സാധനത്തിന്റെ പേരെന്താ? എന്താ ഒന്നുകൂടി പറ. അവിടെ നോക്കി കേട്ടില്ല, കേട്ടില്ല. ഇവിടെ നോക്കി പറ. എന്താ? നോക്കി പറ പറ പറഞ്ഞിട്ട്. ആ, എന്താ എന്താ പറയില്ല. എന്താ നെറ്റിയിൽ തൊടുക? കബളോ അല്ല, കബളം അല്ലേ പറയാ കുഞ്ഞുമണി? കബളം. പിന്നെന്താ വേറൊരു സാധനം മാറ്റി പറഞ്ഞത്?
എന്താന്ന് അറിയില്ല എനിക്ക്. അറിയാറില്ല, അവരുടെ അവിടെ ഉണ്ട്. എല്ലാ അക്ഷരങ്ങളും അതേപോലെ ചോക്കോസിന് കോക്കോസ്. കുഞ്ഞുമണി മേശാന്തി തരണത് എന്താ? കുഞ്ഞുമണിക്ക് മേശാന്തി എന്താ തരാറ് തൊടാൻ? തിന്നാൻ എന്താ തരാറ്? ആ ശരിയാണ്, ആ കബളവും തിന്നും. അതല്ലാതെ ഒരു സാധനം തരാറില്ലേ? കുഞ്ഞുമണി തന്നാ ഉടനെ പറയില്ല അച്ഛനോട് വേണം വേണം. എന്താ? അമ്മാവനെ പാപ്പ ഇല്ലേ? പാപ്പ തരാറില്ലേ? അപ്പൊ കുഞ്ഞുമണി പറയില്ലേ വേണം വേണം അച്ഛാ വേണം? നമ്മള് നമ്മുടെ എയർബിഎൻബിയുടെ ആ ഫ്ലാറ്റിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. നേരെ ലുലു മോളിൽ വന്നേക്കാണ്. ഇവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. വേദാരണ്യത്തിലേക്കൊക്കെ കാണിക്കാം. നമ്മളെന്താ വെച്ചാൽ കുറച്ച് നേരം ഇവിടെ കറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ സാധനം എടുക്കാന്ന് വിചാരിച്ചു. അവിടെ എടുത്ത് വെച്ചേക്കാം. അതെ, ഫോർട്ട് കൊച്ചി പോകാനാണ്. കുഞ്ഞുമണിക്ക് തന്നെ മടുപ്പ് വരുന്നുണ്ട്. കുഞ്ഞുമണി നമ്മള് പൂട്ടിട്ടേക്കുക. അതാ നമ്മളിങ്ങനെ ലുലുവിനിങ്ങനെ കറങ്ങി കേട്ടോ. എന്താ തിരക്കൂടെ, നല്ല തിരക്ക്. പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഔട്ട്ലെറ്റ് ഉണ്ട്. പക്ഷെ പ്രത്യേക രീതിയുണ്ട്, എക്സിബിഷൻ പീസാണ്. ഉള്ളിലൊന്നുമില്ല, ആകെ 1-2 കാഴ്ചകളുണ്ട്. സ്റ്റോഴ്സിലൊക്കെ ഇങ്ങനെ കറങ്ങി ഓരോ സാധനങ്ങളൊക്കെ നോക്കി വേദാരണ്യത്തേക്ക് ചില സാധനങ്ങൾ വാങ്ങി. അമ്മ എന്താ പരിപാടി? 2 പേരും ഉറങ്ങാണ്. അപ്പൊ നമ്മളെന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വരാന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയും ഇത്തിരി റെസ്റ്റ് ചെയ്യാണ്. പോവാം. അപ്പൊ ദാ നമ്മളിപ്പോ ഫോർട്ട് കൊച്ചിയിൽ വന്നേക്കാം കേട്ടോ. അതാ വാട്ടർ മെട്രോന്റെ അടുത്തുള്ളത്. ജസ്റ്റ് എത്തി വണ്ടി പാർക്ക് ചെയ്തുള്ളൂ. നമ്മൾ ക്ഷീണുണ്ട്, അമ്മയ്ക്ക് ക്ഷീണുണ്ട്, അച്ഛനും ക്ഷീണുണ്ട്. കുഞ്ഞുമണി വീട്ടിൽ അടിച്ച് നടക്കുന്നുണ്ട്. കുഞ്ഞുമണി ഒരു ഹായ് പറയൂ. കുഞ്ഞുമണി ഹോയ് ഹോയ്. മണിക്കുട്ടി അവിടെ അങ്ങാതെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടുത്തെ കാഴ്ചകൾ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കേട്ടോ അതൊന്നും ഓർമ്മ വരില്ല സത്യം പറഞ്ഞ. കൊറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ട്. നമ്മള് പെട്ടെന്ന് വേറെ വീഡിയോ എത്തിയ പോലെ തോന്നല്ലേ. ബിൽഡ് ഇതാ ഞാൻ പറഞ്ഞ. അല്ല ഇതല്ല, ഈ വഴി വന്നിട്ടില്ല. മറ്റേ ഏതാ സിനിമ? നേരല്ല, ഏത് സിനിമയായിരുന്നു? നിവിൻ പോളി, മലര് മിസ്സിന്റെ ഈ സിനിമയുടെ എന്തായാലും ആ സിനിമയിലുള്ള കേക്ക് ഉണ്ടാക്കണ ആ ഷോപ്പില്ലേ നിവിൻ പോളിയുടെ? ഇതല്ല, അതവിടെ കണ്ടു ഞാൻ. മക്കുട്ടീനെ മുന്തി വരുന്ന ലേ മുത്തശ്ശനും മുത്തശ്ശിയും. ബാഗുകൾ എന്നെ മാടി മാടി വിളിക്കുന്നു. എന്താ സംഭവം? കൊള്ളാലോ, നല്ല സൂപ്പർ സ്ട്രീറ്റ് അല്ലേ? ഈ സമയത്ത് നടക്കാൻ പറ്റിയ സമയല്ലേ? ഇവിടെ അടിപൊളിയല്ലേ? അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ നല്ല രസമുണ്ട്. കിളിവാതില്
നല്ല രസല്ലേ അമ്മേ? വേറെ എവിടെ എത്തിയ പോലല്ലേ? നമ്മുടെ നാടല്ല തോന്നുന്നു അല്ലേ? ആ. നല്ല ഭംഗിയുണ്ടല്ലോ കുഞ്ഞുമണി. ഇഷ്ടായോ? അമ്മ ഇഷ്ടായോ? ഹായ്. ഇതെന്താ നമ്മുടെ പഴയ തറവാട് അല്ലേ? ഇതാ പ്രേമത്തിന്റെ ആ ഹോട്ടലല്ലേ? ആ കേക്കൊക്കെ ഉണ്ടാക്കണത്? അതെ അതെ, അവിടെ ഇരുന്ന് കേക്ക് കഴിച്ച ഓർമ്മയില്ലേ? അല്ല ഓർമ്മയില്ലേ എന്നല്ല, ആ സീൻ ഓർമ്മയില്ലേ? അതാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ കേട്ടോ. ഇത് നമ്മള് മോസ്കോയിലുണ്ടായിരുന്നു ഇങ്ങനെ ബൈക്ക് റെന്റിന് എടുക്കണ പരിപാടി. ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. നാട്ടില് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. ആ ഫോറിനേഴ്സ് കുറെ വരുന്നോണ്ടായിരിക്കും, അല്ലാതെ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊന്നും എടുക്കാൻ സാധ്യതയില്ല. വാട്ടർ മെട്രോയിൽ നമ്മൾ കയറിയില്ല, കാരണം റൗണ്ട് ട്രിപ്പ് ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കടലൊക്കെ ഒന്ന് കണ്ട് പതുക്കെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. മണിക്കുട്ടി ഇങ്ങനെ കാഴ്ചയും കണ്ട് കിടക്കുക കേട്ടോ. കുഞ്ഞുമണി ഇടയ്ക്കിടയ്ക്ക് വികൃതി അടിച്ച് കിടക്കുന്നുണ്ട്. നമ്മളെന്തായാലും കറക്റ്റ് സമയത്താട്ടോ വന്ന. വെയിലില്ല, നല്ല കാറ്റ്, നല്ല സുഖമായിട്ട് ഇങ്ങനെ നടക്കാം. ഇപ്പൊ വലിയ കുഴപ്പമില്ല. മണിക്കുട്ടി അതെ, കുഞ്ഞുമണി അതെ, വലിയ വാശിയൊന്നുമില്ല. കുഞ്ഞുമണിക്കൊന്നും ഞാൻ വാശിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ വാശി കാണിക്കാം അല്ലേ? ഞാനും എന്താണ് അതെ, അതിന് കറിയാം. അമ്മ ഇതാക്കാം, എന്താ പോരെ? നല്ല കാറ്റ്. അച്ഛന് ക്ഷീണായോ? അച്ഛാ ക്ഷീണായോ? ചെറുതായിട്ട് ക്ഷീണായോ? ക്ഷീണായോ? ഇല്ല ഇല്ല അല്ലേ? ഇല്ല. ഓ, എനിക്കിത്തിരി ക്ഷീണായി. വഴി തെറ്റി, വഴി മാപ്പിട്ടാലും വഴി തെറ്റി. എന്താ ചെയ്യല്ലേ? എന്താ ചെയ്യും? എങ്ങനെയുണ്ട് കുഞ്ഞുമണി? സൂപ്പറാണോ? സൂപ്പറാണോ കുഞ്ഞുമണി? ആണോ? പറയൂ, സൂപ്പറാണോ? അമ്മ ഉണ്ട്, അതുകൊണ്ട് സൂപ്പറാട്ടോ. പാവം. അപ്പം നമ്മൾ രാത്രി എത്തി, ക്ഷീണമായി കിടന്നു. രാവിലെ ആക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിക്കല്. ഇതാണ് നമ്മൾ വേദാരണ്യം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് സീറ്റ്. നല്ല കുഷനിങ് ഉണ്ട് കേട്ടോ, നല്ല സീറ്റാണ്. ഇത് 1200 രൂപ ലുലുന്നാണ് വാങ്ങിച്ചത്. പിന്നെ അതുപോലെ ഇത് മെമ്മറി ഫോം ഉള്ള ഒരു തലോണയാണ്. അറൗണ്ട് 500 ആണ് ഇതിനായത്. പിന്നെ ഇതിൻ്റെ ആകുമ്പോൾ മാലതി സിൽക്സോ അല്ലേ? തൃപ്പൂണിത്തുറ അമ്പലത്തിൻ്റെ അടുത്തുള്ള. അവർക്ക് 2 ഔട്ട്ലെറ്റ് ഉണ്ട്. അതെ, രണ്ടിലും വേറെ വേറെ മെറ്റീരിയൽസ് ഒക്കെയാണെന്ന് പറഞ്ഞു. ഇത് കുർത്ത മെറ്റീരിയൽ ആയിട്ടോ. ഇതൊക്കെ നമ്മുടെ അമ്മന്റെ കുർത്ത മെറ്റീരിയൽ അല്ല, അപ്പോട്ടനെ ഇത് കുർത്തക്ക് വേണ്ടി എടുത്തതാണ്. അതെ അതെ അതെ. ബാക്കിയൊക്കെ ബ്ലൗസ്. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചത്. ഇതിന്റെ ഈ വേദാന്തത്തിക്കുള്ളതൊക്കെ ഇപ്പൊ പറഞ്ഞു. ഒന്ന് ഇരുന്നോട്ടെ പാവം. കുഞ്ഞുമണി ഇതെന്താ അറിയാ പറഞ്ഞ? ചിണ്ട. ചിണ്ട എന്താ കുഞ്ഞുമണി? ഇത് സുഖണ്ടോ? ചിണ്ടയാണോ അത്? എന്താ എന്താ അത്? ചാടി. എന്താ അത്? ഇനിയും കൂടെ ഒന്നും കൂടെ. സൂപ്പറാണോ? അങ്ങനെയൊക്കെ കുഞ്ഞു ചാടിയോ? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബൈ ബൈ.